അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി സ്വലാത്തുൽ ഫാത്തിഹ ഇന്നത്തെ ഫളില് പറയാം. ഇന്ന് ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ഫളിലാണ്. അറിയോ, ഒരു ചെറുപ്പക്കാരനും അന്യമതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനും നമ്മളെ സമുദായം പ്രേമിച്ചു. സമുദായം ഏതായിക്കോട്ടെ, മനുഷ്യന്മാരാണ്. കുടുംബം വല്ലാത്ത വിഷമത്തിലായി. പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. സുബ്ഹാനല്ലാഹ്. പൊന്നുമോള് പറഞ്ഞു, ഉമ്മ, ഞാൻ അന്യമതത്തിൽപ്പെട്ട ഒരാളുമായി പ്രേമത്തിലാണ്. എനിക്ക് അയാളെ അല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റൂല. എനിക്ക് അയാളല്ലാതെ, നല്ല വിദ്യാഭ്യാസമുണ്ട്, അയാളല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റൂല. നിങ്ങളെ കല്യാണം കഴിച്ചു തരൂല. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടാൻ, ഞങ്ങൾ വേറെ തീരുമാനിക്കും, ഒളിച്ചോടാൻ. സുബ്ഹാനല്ലാഹ്. ഉമ്മ കരച്ചിലായി. കുടുംബങ്ങൾ അറിഞ്ഞു, പ്രശ്നത്തിലായി, വല്ലാത്ത വിഷമത്തിലായി. ഉമ്മാനോട് പൊന്നുമോളെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ വേണ്ട, എനിക്ക് വാപ്പ വേണ്ട, എനിക്ക് ആങ്ങളമാര് വേണ്ട, എനിക്ക് ഇന്നലെ പ്രേമിച്ച ചെറുപ്പക്കാരന് മതി. അവരുമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ കരച്ചിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകൾ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് അറിയുന്നത്. സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അതാ ഗുരുവായൂരിൽ നിന്ന് മേലെ കൊടക്കാടിന്റെ മണ്ണിലേക്ക് വരുന്നു. മേലെ കൊടക്കാടിന്റെ മണ്ണിലേക്ക് വരിക. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഒന്നുമില്ലെങ്കിൽ മരിക്കാൻ ദ്വാരിക്കണം, ഒന്നുമില്ലെങ്കിൽ എനിക്ക് മരിക്കാൻ ദ്വാരിക്കണോ, അതല്ലെങ്കിൽ എന്റെ മകള് പ്രണയത്തിൽ നിന്ന് പിന്തിരിയാൻ ദ്വാരിക്കണം. കണ്ണീരാണ്. ദിവസങ്ങളോളമായി ഭക്ഷണം വെച്ചിട്ട് വീട്ടിലെല്ലാവരും മൗനമാണ്. ഞാൻ പറഞ്ഞു, 2 നേരം മജ്‌ലിസ് കേൾക്കോ? എന്നോട് പറഞ്ഞു, ഞാൻ കേൾക്കും തങ്ങളെ. എനിക്കെന്റെ മകള് വേണോ, എനിക്കെന്റെ മകള് വേണം. ഞാൻ പറഞ്ഞു, എന്നോട് പറയാണ്, ഒരുപാട് മജ്‌ലിസ് കേട്ടിട്ടുണ്ട്, എന്നാൽ അവസാനം കേൾക്കുന്ന മജ്‌ലിസാണ്. എന്റെ മകളെ എനിക്ക് വേണം, അവൾ ഒളിച്ചോടാൻ പാടില്ല, അവർ തമ്മിൽ തെറ്റണം. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട ഉമ്മ, ഈ മജ്‌ലിസ് കേട്ടോ, നിന്റെ വീട്ടിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മാലാഖമാരെ അല്ലാഹു ഇറക്കി തരുമോ. അങ്ങനെ മജ്‌ലിസ് കേൾക്കാൻ തുടങ്ങി. ഒന്ന് വെച്ചോട്ടവനെ. സലാത്തുൽ ഫാത്തിഹ ഉണ്ടല്ലോ, അതൊരു നിഅമത്താ. ഒരു ഉമ്മ മുമ്പ് ഇവിടെ കരഞ്ഞ കണ്ണായിട്ട് വന്നിരുന്നു. ഇന്ന് ഉമ്മ സന്തോഷത്തോടെ വന്നിരിക്കുന്നു. മനസ്സവിടെ ഗുരുവായൂരിലെ തങ്ങളേത്ത് വന്നിരുന്നു. മേലെ കൊടുക്ക. ഉമ്മയുടെ വിഷമം എന്തായിരുന്നു? വേറെ ചെറുക്കനായിട്ട് പ്രേമത്തിലായിരുന്നു. 6 കൊല്ലായി ഒളിച്ചോടി പോയി പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സലാത്തിനെ കുറിച്ചിട്ട് അങ്ങനെ തലപ്പാപ്പത്ത് വന്നു. തലപ്പാപ്പ എന്താ എല്ലാം വാർത്താന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷാണോ? പ്രേമത്തിലായി ഒളിച്ചോടാൻ തീരുമാനിച്ചു. വലിയ വിഷമത്തിലാണ്. കൊളക്കാട് വന്നിരുന്നു. ശരിയാവുന്ന പറഞ്ഞു. അൽഹംദുലില്ലാഹ് പെട്ടെന്ന് എന്താക്കി ഓടിത്തവരുടെ പ്രശ്നമൊന്നും തെറ്റി. അപ്പൊ കുഞ്ഞുമോള് വേറെ കല്യാണത്തിന് നോക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് 6 വർഷത്തോളം പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടു. സുബ്ഹാനല്ലാഹ്. കുടുംബം കണ്ണുനീരിലായി, കുടുംബം വല്ലാത്ത വിഷമത്തിലായി, കരയാത്ത ദിവസങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ മേലെ കൊടക്കാടിന്റെ മുറ്റത്ത് വന്നു.
ഇവിടൊന്ന് പറഞ്ഞു തങ്ങളെ ഒന്നുമില്ലെങ്കിൽ മരിക്കണം. സുബ്ഹാനല്ലാഹ്. ഒളിച്ചോടാൻ തീരുമാനിച്ച് രണ്ടാളും ഭയങ്കര പ്രശ്നത്തിലായി തെറ്റി. രണ്ടാളും ഭയങ്കര പ്രശ്നത്തിലായി തെറ്റി തമ്മിലടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ പ്രണയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. പൊന്നുമോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഇനി എനിക്കൊരു തെറ്റ് പറ്റൂല, ഇനി എനിക്കൊരു തെറ്റ് പറ്റൂല ഉമ്മ എനിക്കൊരു തെറ്റിന് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാനോട് മാപ്പ് പറഞ്ഞു. പൊന്നുമോള് ഗൾഫിലേക്ക് ജോലിക്ക് പോയി. ഇപ്പൊ നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വലാത്തിന്റെ പവറാണ്, സ്വലാത്തിന്റെ പവറാണ്.